കണ്ണൂരിലെ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകനെ കാൽ കഴുകിച്ചു. ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് ഗുരുപൂജയുടെ ഭാഗമായി കാൽ കഴുകൽ നടന്നത്. അരുൺ പൂപ്പറമ്പ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു. അരുൺ, വ്യാപകമായി നടന്നു എന്ന് വേണോ കരുതാൻ ഈ കാൽ കഴുകൽ ചടങ്ങ്? നേരത്തെ നമ്മൾ കാസർഗോഡ് ഒരു സ്കൂളിൽ സമാനമായ കാഴ്ച കണ്ടിരുന്നു. വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകൻ്റെ കാൽ കഴുകിച്ചു. അതായത് അധ്യാപകനെ ബഹുമാനിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു സന്ദേശം ഉണർത്തി ഒരു ചടങ്ങ് സ്കൂളിൽ നടത്തി എന്നതായിരുന്നു കാസർഗോഡ് അതുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരൊക്കെ വിശദീകരിച്ചത്. സമാനമായി മറ്റു സ്കൂളുകളിലും നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഒടുവിൽ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് അത്തരത്തിൽ ഗുരുപൂജ വിദ്യാർത്ഥികൾ കൊണ്ട് നടത്തിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ ആ സ്കൂളിൻ്റെ ഫേസ്ബുക്കിലും മറ്റ് സമൂഹ മാധ്യമ പേജിൽ അവർ തന്നെ പങ്കുവച്ചിട്ടുമുണ്ട്. അത് എല്ലാ വർഷവും നടത്തുന്നതാണ് എന്നതാണ് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നത്. ഗുരു പൂർണിമ ദിനത്തിൽ, വ്യാസഗുരു പൂർണിമ ദിനത്തിൽ എല്ലാ വർഷവും നടത്തുന്നതാണ്. അത് ശ്രീകണ്ഠാപുരത്ത് സ്കൂളിൽ മാത്രമല്ല, രാജ്യത്ത് നിരവധി വിവിധ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പൂജകൾ, ചടങ്ങുകൾ നടത്താറുണ്ട് എന്നതാണ് സ്കൂൾ അധികൃതർ എന്തായാലും വിശദീകരിക്കുന്നത്. പക്ഷേ ഇത്തരം ചടങ്ങുകൾ കുട്ടികളെ കൊണ്ട് കാൽ കഴിയിപ്പിക്കുക അല്ലെങ്കിൽ പാദപൂജ ചെയ്യിപ്പിക്കുന്ന ചടങ്ങുകളൊക്കെ സ്കൂളിൽ വേണോ എന്ന അത്തരം പ്രവണതകൾ വേണോ എന്ന ചർച്ചയൊക്കെ വളരെ സജീവമായി കാസർഗോഡ് സ്കൂളിൽ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ മറ്റ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എന്തെങ്കിലും ഇടപെടലോ അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമാനമായി ഇതേ സ്വഭാവത്തിൽ മറ്റു സ്കൂളുകളിലും ഇത്തരത്തിലുള്ള പൂജകൾ നടന്നിട്ടുണ്ട്. അത് വേണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പും. അത്തരം ചർച്ചകൾ എന്തായാലും പൊതുസമൂഹത്തിൽ സജീവമായി നടക്കുന്നുണ്ട്. കാശ്മീർ അല്ല, ഉറപ്പായും അവരുടെയും അധ്യാപകരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളെല്ലാവരും സ്കൂളിൽ അത്തരത്തിൽ അധ്യാപകരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചവരാണ്, നമ്മളൊക്കെ ബഹുമാനിക്കുന്നവരുമാണ്. അങ്ങനെ ഇല്ലാത്ത വളരെ ചെറിയ ഒരു കൂട്ടം ഉണ്ടാകില്ല. അതിന് അധ്യാപകരെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഇരുത്തി അവരുടെ കാല് കഴുകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കല്ലാതെ തന്നെ നമ്മുടെ ഗുരുക്കളോട്, അധ്യാപകരോട്, മാതാപിതാക്കളോട് എന്നവണ്ണമുള്ള ബഹുമാനമുള്ളവരാണ്. അരുൺ, തീർച്ചയായും അധ്യാപകരെ ബഹുമാനിക്കുന്നവരാണ് എല്ലാവരും. അധ്യാപകരെ ബഹുമാനിക്കണമെന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പലതരത്തിൽ നമ്മൾ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാം. അധ്യാപകരെ പല രീതിയിൽ ബഹുമാനിക്കുക. പക്ഷേ ഇങ്ങനെ കാൽ കഴുകി പാദപൂജ നടത്തി ഒക്കെ അധ്യാപകരെ ബഹുമാനിക്കേണ്ടതുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അത് അപ്പോൾ അതാണ് നേരത്തെ കാസർഗോഡ് ഒരു സ്കൂളിൽ കണ്ടിരുന്നത്. ഇപ്പോൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് കാല് കഴുകിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുകയാണ്. കുട്ടികളെ കൊണ്ട് കാല് കഴുകിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ല എന്നുകൂടി പറയുന്നുണ്ട് മന്ത്രി. ഇന്ന് കാസർഗോഡും മറ്റേതോ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വാർത്ത കണ്ടു, ഫോട്ടോയും പത്രത്തിൽ കണ്ടു. ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴുകിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.